അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ.വി. ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ആർ. സെൽവത്തായിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. തനതു വരുമാനം, പൊതു ആവശ്യ ഫണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ, മെയിൻ്റനൻസ് ഫണ്ട് തുടങ്ങി 128,33,56,294 രൂപ വരവും 128,21,11,642 രൂപ ചെലവും 12,45,652 രൂപ മിച്ചവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബജറ്റാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. പദ്ധതി പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രാദേശിക വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇക്കുറിയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തനത് വരുമാനം, പൊതു ആവശ്യ ഫണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങൾ, മെയിൻ്റനൻസ് ഫണ്ട് തുടങ്ങിയ 128,33,56,294 രൂപ പ്രതീക്ഷിച്ച വരുമാനവും കാർഷിക പശ്ചാത്തല സേവന മേഖലകളിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംയുക്ത പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് പദ്ധതികളും ഭരണ ചെലവുകളും ചേർന്നുള്ള ചെലവുകളും ചേർത്ത് 128,21,10,642 രൂപ പ്രതീക്ഷിച്ച ചെലവും 12,45,652 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിച്ച് കൊണ്ടാണ് 2025-26 വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഭവന നിർമ്മാണ പദ്ധതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് PMAY ഭവന നിർമ്മാണ പദ്ധതിയിലേക്കായി ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി 1,97,12,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ വികസനത്തിനായി 5,53,000 രൂപയും, ക്ഷീരവികസന പദ്ധതികൾക്കായി 10 ലക്ഷം രൂപയും, മൃഗസംരക്ഷണ പദ്ധതിക്കായി 7 ലക്ഷം രൂപയും, വനിതാക്ഷേമം, ചെറുകിട വ്യവസായ വികസനത്തിനായി 50 ലക്ഷം രൂപയും, ആരോഗ്യ മേഖലയിലെ മറ്റു പദ്ധതികൾക്കായി 97,15,612 രൂപയും, അംഗൻവാടികളുടെ വികസനത്തിനായി 23 ലക്ഷം രൂപയും, ടൂറിസം, ശിശുക്ഷേമം പദ്ധതികൾക്കായി പാർക്ക് നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപയും, തോട്ടം മേഖലയിലെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി കൂട് പദ്ധതിക്ക് 10,20,000, വയോജനക്ഷേമ പദ്ധതികൾക്കായി 4,39,530 രൂപയും, സാംസ്കാരിക മേഖലയ്ക്കായി 25,50,000 രൂപയും, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി 57,50,000 രൂപയും, പട്ടികജാതി പട്ടികവർഗ മേഖലയുടെ വികസനത്തിനായി 3,34,00,000 രൂപയും, കുടിവെള്ളം, ശുചിത്വം 1,23,00,000 രൂപയും, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി 45,71,69,093 രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. കുടിവെള്ളം, ശുചിത്വം, ഭവന നിർമ്മാണം, സ്ത്രീ ശാക്തീകരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ആരോഗ്യം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സമഗ്രമായ പ്രാദേശിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്.